അട്ടപ്പാടിന്ന് ഞങ്ങൾ പുലർച്ചെ 4 മണിക്ക് യാത്ര തിരിച്ചിട്ട് ഞങ്ങൾ ചുരം വഴി, ചുരം മീൻസ് ഞാൻ പറയുന്ന ചുരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കാട് കിടക്കുന്നതിനെയാണ് കേട്ടോ. എന്ത് കോട മഞ്ഞെന്നറിയോ, കിടന്ന് തണുത്തിട്ടുണ്ടല്ലോ, ആളിങ്ങനെ കരിച്ച് ഇങ്ങനെ തണുത്ത് പോയി. നല്ല കോട ഇല്ലേ, നിങ്ങൾക്ക് തോന്നുന്നില്ല ഇങ്ങനെ? യു ഇത് നമ്മുടെ ഗോഡ്സനും ഉണ്ട് ഞങ്ങളുടെ കൂടെ. വളരെ ആത്മാർത്ഥമായിട്ട് ആൾ അവിടം വരെ ഉണ്ടായിരുന്നു. അവിടുന്ന് വീണ്ടും തുടർന്ന് നമ്മളെയും കൊണ്ട് യാത്ര പുറപ്പെടുകയാണ്. അപ്പോൾ അത് ഈ കുളിലുള്ള സമയത്തും നമുക്ക് ആ വണ്ടിയുടെ ഉള്ളിലിരിക്കുമ്പോൾ നല്ലൊരു ചൂട് അനുഭവപ്പെട്ടു. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ AC പുറത്താണെങ്കിലും ആ കോട മഞ്ഞിൻ്റെ കൂടെ ഒരു വണ്ടി, കൊയിലാണ്ടിക്ക് ഒരു വണ്ടി പോകുന്നുണ്ട്. അത് ഇവിടുന്ന് ഉള്ള ഒരു വണ്ടിയെന്ന് തോന്നുന്നു. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അവരൊക്കെ ഈ തണുപ്പത്ത് ഈ കോട, എനിക്ക് ഭയങ്കര ഈ മഞ്ഞ് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ എനിക്ക് ഇടയ്ക്ക് ഈ ടോൺസിലസ് പോലെ വരുമ്പോൾ മഞ്ഞ് എനിക്ക് ദേഷ്യമാണ്. അപ്പം എന്തെന്ന് പറയുക, ഒരു പരസ്പര വിരുദ്ധം എന്നൊക്കെ പറയണ പോലെ. അപ്പോൾ ഞാനിപ്പോൾ ഇത് പതുക്കെ ഇരുന്ന് പറയുകയാണ്, യാത്രാ വിവരണങ്ങൾ പതുക്കെയാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വിഷ്വലിൽ കാണുന്ന പോലെ തന്നെ ഈ മിസ്റ്റ് നമ്മളെ ഇങ്ങനെ നമ്മുടെ അടുത്തേക്ക് വരിക, നമ്മളവിടെ ഇറങ്ങി ചെല്ലുമ്പോൾ പെട്ടെന്ന് നമ്മുടെ അവിടെ നിന്ന് അപ്രത്യക്ഷമാവുക, അങ്ങനെയുള്ള ചില സംഭവങ്ങളൊക്കെ അവിടെ നടന്നു. ഇപ്പോൾ ഈ കാണുന്നത് കൊക്കയിലേക്കൊക്കെ നോക്കുമ്പോൾ ഒരു പുക വേൾഡ് വൈഡ് അല്ല. ഇപ്പം നല്ല കുറച്ചും കൂടി നല്ലൊരു ക്യാമറ ഉണ്ടായിരുന്നു എങ്കിൽ ഞാൻ കുറച്ചും കൂടി അടിപൊളിയാക്കിയേനെ എന്നൊക്കെ പറയണ പോലെ അത്രയ്ക്കും ഇതായിട്ട്. കാട്ടുകോഴി പോണ കണ്ട കാട്ടുകോഴിയുടെ കുട്ടികളുമുണ്ട്, ഒരു ഫാമിലിയാണ്. കാട്ടുകോഴിക്ക് എന്ത് കർക്കിടക ശങ്കരാന്തി എന്നൊക്കെ പറയണ പോലെ. അപ്പോൾ അവർ കുറച്ച് വളരെ ചെറുതാണ്, അവരങ്ങോട്ട് ആ വഴി കൂടെ കടന്നു പോയി. ഞങ്ങൾ മൃഗങ്ങളുണ്ടാവുമെന്ന് വിചാരിച്ചിട്ടാണ് അത് രാവിലെ തന്നെ പുറപ്പെട്ടത്. വല്ല ആനയോ പുലിയോ കടുവയോ സിംഹത്തിനെയോ കണ്ടു കഴിഞ്ഞാൽ നേരിടാം. എന്തോ ഭാഗ്യത്തിനൊന്നും കണ്ടില്ല, അപ്പോൾ അവിടെ നിന്ന് രക്ഷപ്പെട്ടു. അപ്പോൾ ഇനിയും ഒരുപാട് ഇതിപ്പോൾ ഒരു നദി കാണുന്നുണ്ട്. നദി മീൻസ് ഒരു വെള്ളച്ചാട്ടം, ഈ ചാർപ്പ വെള്ളച്ചാട്ടം എന്നൊക്കെ പറഞ്ഞ പോലെ. ഇത് വളരെ കുറച്ചുള്ളൂ. ചില സമയങ്ങളിൽ കൂടി കഴിഞ്ഞ് നമുക്ക് അവിടെ നിൽക്കാൻ പറ്റില്ല. ഞങ്ങൾ ഇവിടുന്ന് പോകുമ്പോൾ വലുതുവരണം കണ്ടിട്ടുണ്ടായിരുന്നു. അത് വരുന്ന സമയത്ത് അത് പിന്നെ തീരെ കാണാനില്ല, അങ്ങനെ ലോപിച്ചില്ലാതെ. അവിടെ മഴ പെയ്യുമ്പോഴാണ്, മലയിൽ മഴ പെയ്യുമ്പോഴാണ് അങ്ങനെ നമുക്കിവിടെ അനുഭവപ്പെടാറ്. അങ്ങനെ ആയിരിക്കാം ചിലപ്പോൾ വല്ല മണ്ണിടിച്ചിലൊക്കെ വരണമെന്നുണ്ട്. അപ്പോൾ ഓക്കെ, ഞങ്ങൾ വീണ്ടും യാത്ര തുടരുകയാണ് കേട്ടോ.